ഹലോ സുഹൃത്തുക്കളെ, അലങ്കാര മത്സ്യമായ ഒരു റോയൽ ഫാമിലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അവരെ കുറിച്ചാണ്. അലങ്കാര മത്സ്യങ്ങളുടെ വർണ്ണ വിസ്മയവും അക്വേറിയങ്ങളുടെ അത്ഭുത കാഴ്ചകളുമായി ഇത് മത്സ്യക്കാഴ്ച ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഭാവം. മത്സ്യകാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അക്വേറിയം ലോകത്തെ മമ്മൂട്ടിയെയാണ്. ലുക്കിലും സ്റ്റൈലിലും ഒന്നാമൻ, നമ്മുടെ സ്വന്തം ഡിസ്കസ് ഫിഷ്. ഇവരെ വളർത്തുന്നത് വലിയ പാടാണെന്ന് പലരും പറയും. പക്ഷേ സംഗതി സിമ്പിളാണ്. ടൈറ്റാനിക് സിനിമയിലെ ജാക്കിനെയും റോസിനെയും പോലെ ഒരു സെറ്റപ്പിനെ കിട്ടിയാൽ സംഗതി ഉഷാറാക്കാം. ഡിസ്കസ് ഫിഷ് വെറും മീനല്ല, ഒരു റോയൽ ഫാമിലി മെമ്പറാണ്. അതുകൊണ്ട് ഇവരുടെ ടാങ്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ചളിവെള്ളത്തിൽ ഇവരെ ഇട്ടാൽ എനിക്ക് ഈ പരിസരം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ ഉടനെ പണിതരും. അല്പം ചൂടുള്ള വെള്ളം വേണം. നമ്മൾ കഞ്ഞി കുടിച്ചാലും ഇവർക്ക് നല്ല ഒന്നാന്തരം ഭക്ഷണം തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഇവർ പിണങ്ങിയിരിക്കും. ഇനി ഇവരുടെ പ്രേമകഥയിലേക്ക് വരാം. ഒരു ജോഡിയെ കിട്ടാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്നു. ടാങ്കിൽ ഒരു പൈപ്പോ കോണോ വെച്ചു കൊടുത്താൽ മതി. അവിടെ ഇവർ കുടുംബം പ്ലാൻ ചെയ്തോളും. ആദ്യമായി മുട്ടയിടുമ്പോൾ ചിലപ്പോൾ ഇവർ തന്നെ അത് തിന്നുകളയും. അയ്യോ, ഇതെന്താ സംഭവം എന്ന് കരുതി അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. പേടിക്കണ്ട. രണ്ടാം വട്ടമൊക്കെ ആകുമ്പോഴേക്കും ഇവർ നല്ല അച്ഛനും അമ്മയുമായി മാറും. ഇവിടെയാണ് അത്ഭുതം. ലോകത്തുള്ള സകല മീൻ കുഞ്ഞുങ്ങളും വിരിഞ്ഞാൽ ഉടനെ ഭക്ഷണം തപ്പിയോടും. പക്ഷേ ഡിസ്കസ് കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. അവര് നേരെ അച്ഛന്റെയും അമ്മയുടെയും മേത്ത് പോയി ഒട്ടിപ്പിടിക്കും. അമ്മയുടെ ദേഹത്തെ സ്പെഷ്യൽ ജ്യൂസ് കുടിച്ചാണ് ഇവർ വളരുന്നത്. കണ്ടോ, ഒരുതരം പാൽക്കുടി പരിപാടി. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും മീനുകളുടെ ഇടയിലും നല്ല സ്നേഹമുള്ള ഫാമിലി ഉണ്ടെന്ന്. രാജാവിനെ വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ദിവസവും അല്ലെങ്കിൽ ഇടവിട്ട് വെള്ളം മാറ്റണം. ഇല്ലെങ്കിൽ ഇവർക്ക് മൂഡ് ഓഫ് ആകും. പണക്കാരെ നോക്കാൻ നിൽക്കുന്ന ഹോം നേഴ്സിനെ പോലെ നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഡിസ്കസ് പുരാണം. ലുക്ക് വേണം, സ്റ്റൈൽ വേണം, കൂടെ അല്പം കഷ്ടപ്പെടാനും റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഇവരെ വളർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മത്സ്യക്കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ചുവന്ന ബട്ടൺ അവിടെ വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് ഞെക്കിക്കോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.